ഹലോ ഗൈസ്, ഐ ആം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ തൊട്ട് മുന്നേറ്റ് വീഡിയോയ്ക്കിടയിൽ കുറേ അധികം പേര് ഡൗട്ട്സ് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ചോദിച്ചിരിക്കുന്ന ഡൗട്ട്സ് എല്ലാം കൂടെ ചേർത്തതാണ് ഈ ഒരു വീഡിയോ. കൺഫേം ബട്ടൺ, റിമാർക്സ്, ഫീ കൺസെഷൻ, ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നിവരെ കറക്ഷൻ ടൈമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ LBSൻ്റെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, അക്സെപ്റ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അക്സെപ്റ്റഡ് ഡാറ്റ പബ്ലിഷ്ഡ്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വ്യൂ അക്സെപ്റ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞൊരു കോളം കിടക്കുന്നുണ്ട്. ആ വ്യൂ അക്സെപ്റ്റഡ് ഡാറ്റയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് എന്ത് കാണാൻ സാധിക്കും, നമ്മൾ കൊടുത്തിരിക്കുന്ന അക്കാഡമിക് അതേപോലെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. അതിനുശേഷം കുറച്ച് താഴോട്ട് അതിനുശേഷം നമ്മൾ അതേപോലെ തന്നെ അവിടെ തന്നെ വേറൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഡാറ്റ കൺഫർമേഷൻ സ്റ്റാറ്റസ് നോട്ട് കൺഫേംഡ് എന്നാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൺഫേം ചെയ്യണം. കാരണം കൺഫേം ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ നോട്ട് കൺഫേംഡ് എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ കൺഫേം ചെയ്തെങ്കിൽ മാത്രമാണ് അവിടെ കൺഫേംഡ് എന്ന് കാണിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം റാങ്ക് ലിസ്റ്റ്, അലോട്ട്മെൻറ്റ് ഇതെല്ലാം നോട്ട് പബ്ലിഷ്ഡ് എന്ന് കാണിക്കും. കാരണം അതെല്ലാം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ അവിടെ പബ്ലിഷ്ഡ്, അങ്ങനെ ഓരോ കാര്യങ്ങളില്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡാറ്റ കൺഫർമേഷൻ്റെ അവിടെ ചെന്നിട്ട് കൺഫേം ക്ലിക്ക് ചെയ്യുക. അതിന് താഴെയായിട്ട് റിസർവേഷൻ ആൻഡ് ഫീ കൺസെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കാണാം. അവിടെ നമുക്ക് അതായത് ഫീ കൺസെഷൻ ഇല്ലാത്ത എല്ലാവർക്കും നിൽ എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതല്ല, നിങ്ങളിപ്പോൾ ഫീ കൺസെഷൻ ലഭിക്കുന്ന OEC, SC, ST കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കൺസെഷൻ്റെ അവിടെ നിൽ എന്നല്ല എസ് എന്ന് കാണിച്ചിരിക്കും. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ എക്സാം ഡീറ്റെയിൽസ്, നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ മാർക്സും ഡീറ്റെയിൽസൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അതിലാദ്യം തന്നെ നിങ്ങൾ ഏത് ബോർഡ് എക്സാമാണ് എഴുതിയിട്ടുള്ളത്, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നമ്പർ എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് ആദ്യത്തെ കോളത്തിൽ തന്നെ കാണാൻ സാധിക്കും. അതിന് താഴെ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും, നിങ്ങളുടെ മാർക്സ് കാണാൻ സാധിക്കും. അത് മുഴുവൻ ശരിയാണോ എന്ന് നോക്കി അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേഞ്ച് ചെയ്യാം. ഓഗസ്റ്റ് 3 ലാസ്റ്റ് ഡേറ്റ് ഓഫ് കറക്ഷൻ എന്ന് പറയുന്നത്. അതിനും താഴെയായിട്ട് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, റിമാർക്സ് ഇഫ് എനി എന്ന് പറഞ്ഞ 3 കോളങ്ങൾ, അതായത് 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെ നമുക്ക് അക്സെപ്റ്റഡ് ഡാറ്റ പ്രൊഫഷണലി എന്നാണ് വരേണ്ടത്. അതേപോലെ തന്നെ റിമാർക്സ് നില്ലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇനി എന്തെങ്കിലും റിമാർക്സ് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് നോക്കി ആ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഒരു കോളം കൂടെ ഉണ്ട് അവിടെ, റിമാർക്സ് ഇഫ് എനി. ആ കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് LBS കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും മിസ്റ്റേക്ക്, അതായത് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ സംഭവിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് LBS റിമാർക്സ് ഒന്നും പറയുന്നില്ല, പക്ഷേ ഇന്നൊരു കാര്യം കറക്ഷനായിട്ട് കിടപ്പുണ്ട്, സോ അത് ക്ലിയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് റിമാർക്സ് ഇഫ് എനി എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇനി നിങ്ങൾ റിമാർക്ക് ഇഫ് എനി വഴി എന്തെങ്കിലും കറക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായി വരാൻ കുറച്ച് ടൈം എടുക്കും. കാരണം LBS അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് കറക്റ്റായി, അതായത് കറക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ തിരുത്തിയതുപോലെ ആവുകയുള്ളൂ. അതുവരെ പഴയതുപോലെ തന്നെ ആയിരിക്കും. പിന്നീട് ചെയ്യുന്ന കാര്യം കൺഫേം ചെയ്യലാണ്. കൺഫേം ചെയ്യുന്നതിന് മുന്നേ എല്ലാം 1, 2, 3 തവണ വായിച്ച് നോക്കി ക്ലിയർ ആയതിനു ശേഷം മാത്രം കൺഫേം ചെയ്യാം. ഒരിക്കൽ കൺഫേം നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ആ കൺഫേം ബട്ടൺ ചെക്കുന്നതിന് മുന്നേ അതിന് തൊട്ട് മുകളിലായിട്ട് 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. കറക്ഷൻ എനി റിക്വയർഡ്, അല്ലെങ്കിൽ കറക്ഷൻസ് എനി റിക്വയർഡ്, അതുപോലെ തന്നെ എൻട്രീസ് ആർ കറക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻസ്. അതിൽ നിങ്ങൾ വായിച്ച് നോക്കി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്, നിങ്ങൾ ഓക്കെ ആണ്, കൺഫേം ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, എൻട്രീസ് ആർ കറക്റ്റഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക, എന്നിട്ട് കൺഫേം ചെയ്യുക. ഇനി അടുത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ മാർക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ റിമാർക്സ് ഇഫ് എനി എന്നൊരു കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് നുള്ള ആ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 3. ഓഗസ്റ്റ് 3 തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൃത്യമായി ചെയ്യുക. അതിനുശേഷമായിരിക്കും നമുക്ക് ഓപ്ഷൻ ചെയ്ത് റാങ്ക് ലിസ്റ്റ്, ട്രയലും
പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്നത്, അലോട്ട്മെൻറ്റ്സ് വരുന്നത് എല്ലാം ഓഗസ്റ്റ് 3 ശേഷമായിരിക്കും. ഓഗസ്റ്റ് 3 വരെ മാത്രമേ നമുക്ക് കറക്ഷൻ ടൈമുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു കറക്ഷനും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.